വചനം നമ്മളെ മുറിപ്പെടുത്തും. നമ്മൾ സുവിശേഷ വേല ചെയ്തെങ്കിൽ ഈ വചനം കേൾക്കാൻ നമുക്ക് നല്ല മുറിവ് വേദന ഉണ്ടാകും. നമ്മുടെ ആത്മാവിൽ നല്ല വേദന ഉണ്ടാകും. ഞാനും നിങ്ങൾ മടിപിടിച്ച് യേശുവിനെ കുറിച്ച് പറയാത്തത് കൊണ്ട് നമ്മുടെ തലമുറയിലും വംശത്തിലും വിശ്വാസം കുറെ നഷ്ടപ്പെട്ട് നിരീശ്വര ചിന്തയിലേക്കും അശുദ്ധിയിലേക്കും തിന്മയിലേക്കും സെക്കുലറിസത്തിലേക്കും ഇപ്പോൾ ആണും പെണ്ണും കൂടിത്താമസത്തിലേക്കും കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക തരത്തിൽ അനേകം ചെറുപ്പക്കാർ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വചനത്തിൻ്റെ കുറവാണ്. ദൈവവചനം കേൾക്കുന്നില്ല, വേണ്ടവണ്ണം കേൾക്കുന്നില്ല, ദൈവ ശുശ്രൂഷ കിട്ടുന്നില്ല. അതുകൊണ്ട് വചനം പറയുകയാണ്, യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. ഇപ്പൊ നിങ്ങളെ ചിലരുടെ ആത്മാവിൽ ഈശോ സ്പർശിക്കുന്നുണ്ട്. ഇപ്പോൾ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈശോ നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾക്കറിയാം കർത്താവ് പണ്ട് നിങ്ങൾക്ക് മെസ്സേജ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ആത്മാവിനറിയാം ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട് പല ശുശ്രൂഷയ്ക്കും. പക്ഷേ എനിക്കറിയാം എൻ്റെ യജമാനന്റെ ഇഷ്ടം ഇതാണെന്ന് അറിയാമെങ്കിലും പലതരം തട്ടിമുട്ടി അങ്ങനെ ചെയ്യാതെ മടി പിടിച്ചങ്ങ് പോവുമായിരിക്കും. യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. അടുത്ത വാക്യമോ 48-ാമത്തെ വാക്യം. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും. അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. ഓക്കെ, ഇപ്പൊ വൈദികൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് ദൈവം ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. അധികം ഏൽപ്പിക്കപ്പെട്ടവനാണ് ഞാൻ. സമർപ്പിതര്, നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ മാറ്റിവെച്ചാണ്. യേശു എന്ന വ്യക്തിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ്. ചില ആത്മായ ശുശ്രൂഷ ദൈവം അങ്ങനെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധികം ഏൽപ്പിച്ചവനോട് ദൈവം അധികം ചോദിക്കും. അതുകൊണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സങ്കടം, ദൈവമേ കുറച്ചും കൂടെ നിന്റെ ഈ മനോഹരമായ സ്ഥലത്തേക്ക് ആൾക്കാരെ കൊണ്ടുവരാമായിരുന്നല്ലോ, ഞാൻ ചെയ്തില്ലല്ലോ, മടിപിടിച്ചിരുന്നല്ലോ എന്നോർത്ത് നമുക്ക് സങ്കടമായിരിക്കുന്നതാണ് ആത്മീയപിതാക്കന്മാർ പറയണത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതികളിൽ നമ്മൾ സുവിശേഷ വേല മുറുക്കണം എന്ന കാര്യം പരിശുദ്ധാത്മ ഉറപ്പിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ചെറുപ്പക്കാരെ കൊണ്ട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചാലും മതി. കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് അനേകരെ സ്പർശിക്കും. 1 കൊരിന്ത്യസ് 16:22 ആ വാക്യം എന്ന് പ്രാർത്ഥിച്ച ഈശോ നൽകിയതാണ്. 1 കൊരിന്ത്യസ് 16:22. അവിടെ പൗലോസ് ശ്ലീഹ പറയാണ്, ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവെ വന്നാലും പിന്നെ അടിസ്ഥാനപരമായ ഒരു കാര്യം ഇതാണ്, കർത്താവിനെ സ്നേഹിക്കുക. കർത്താവിനെ സ്നേഹിച്ചാലാണ് ഈ കർത്താവിന് വേണ്ടി എന്തൊക്കെ ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിനോടുള്ള സ്നേഹം നമ്മളിൽ വളരാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഫൗസ്തീന പുണ്യത്തെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, ലോർഡ് ജീസസ് മേക്ക് മൈ ഹാർട്ട് capable of loving you. എൻ്റെ ഈശോയെ അങ്ങയെ സ്നേഹിക്കാൻ എൻ്റെ ഹൃദയത്തെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. എൻ്റെ ഈശോയെ അങ്ങയെ സ്നേഹിക്കാൻ എൻ്റെ ഹൃദയത്തെ ശക്തിപ്പെടും. ഈശോയുള്ള സ്നേഹം നമ്മളിൽ നിറഞ്ഞാലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സെന്റ് പോൾ പറഞ്ഞത്, കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം നമ്മളിൽ വളരാൻ വേണ്ടി വചനം, ശുശ്രൂഷ, വെഞ്ചരിപ്പ്, നല്ല കുമ്പസാരം എല്ലാം സ്വീകരിച്ച് ഈശോയുള്ള സ്നേഹം നമ്മൾ ധാരാളം നിറഞ്ഞ് നമ്മളെ സ്നേഹം പറ്റാവുന്ന മാക്സിമം ആൾക്കാർക്ക് പകർന്നു കൊടുക്കണം. വെറുതെ പറഞ്ഞ ഹാലേലൂയ, ജീവനോട് പറഞ്ഞ ഹാലേലൂയ, ശക്തിയോട് പറഞ്ഞ ഹാലേലൂയ, സന്തോഷത്തോട് പറഞ്ഞ ഹാലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബെനഡിക്ട് 16 മാർപ്പാപ്പ അദ്ദേഹം രാജിവെക്കുന്നതിന് മുമ്പ് എല്ലാ കത്തോലിക്ക സഭയിലെ മക്കൾക്കും വേണ്ടി ഒരു കത്തെഴുതി. എല്ലാ നോമ്പുകാലത്ത് എല്ലാ മാർപ്പാപ്പമാരെ കത്തെഴുതും. അപ്പൊ ഈ ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ കത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കത്താണ്. കാരണം അദ്ദേഹം ആ കത്തിൽ പറയുന്നത്, നോമ്പുകാലത്ത് നമ്മൾ ചില കാര്യങ്ങൾ, പല ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ച് ആ പൈസ സ്വരൂപിച്ച് പാവങ്ങളെ ഹെൽപ്പ് ചെയ്യും. അദ്ദേഹം പറയണത് അത് നല്ലതാണ്, എങ്കിലും പാവങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാരിറ്റി വർക്ക് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മാർപ്പാപ്പ പറയാണ്, ദ ഗ്രേറ്റസ്റ്റ് ചാരിറ്റി ഈസ് ഇവാഞ്ചലൈസേഷൻ. ഏറ്റവും അത്യുന്നതമായ ചാരിറ്റി, ഉപവിപ്രവർത്തനം, അത് സുവിശേഷ ശുശ്രൂഷയാണ്. അദ്ദേഹം അത് വിശദീകരിക്കുകയാണ്, ദാറ്റ് ഈസ് ദ ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം മുറിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാരിറ്റി വർക്ക്. നിങ്ങൾ മറക്കരുത്, ശ്രദ്ധിച്ച് കേൾക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ദ ഗ്രേറ്റസ്റ്റ് ചാരിറ്റി ഈസ് ഇവാഞ്ചലൈസേഷൻ, ദാറ്റ് ഈസ് ദ ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഏറ്റവും ഉന്നതമായ ഉപവിപ്രവർത്തനം, സ്നേഹത്തിന്റെ പ്രവർത്തനം, സ്നേഹത്തിന്റെ ഉറവിടമായ, സ്നേഹത്തിന്റെ നാഥനായ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. യേശുവിന്റെ വചനം പറഞ്ഞു കൊടുക്കുക.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി അതിലേക്ക് നമ്മുടെ ഹൃദയവും മനസ്സെല്ലാം ഫോക്കസ് ചെയ്യണം. പുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.